പെരുമ്പാവൂരിൽ മൺസൂൺ ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരേക്കർ വിസ്തൃതിയിൽ വ്യത്യസ്തങ്ങളായ സ്റ്റാളുകൾ ഉൾപ്പെടുന്നതാണ് ഫെസ്റ്റ്. പാത്തിപ്പാലത്തിന് സമീപം അതിവിശാലമായ സൗകര്യത്തിൽ ആരംഭിക്കുന്ന ഫെസ്റ്റ് ജൂലൈ 30-ന് സമാപിക്കും. പ്രവേശനം തീർത്തും സൗജന്യമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 മാസം തൊഴിലും 9 മാസം വറുതിയും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഉത്സവ പറമ്പുകൾ, പെരുന്നാൾ സ്ഥലങ്ങൾ, മേളകൾ, എക്സിബിഷനുകൾ എന്നിവിടങ്ങളിൽ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും നടത്തി ഉപജീവനം കഴിക്കുന്നവർ. മഴക്കാലം എത്തിയാൽ ഈ മേഖലയിലെ തൊഴിലാളികൾ കുടുംബം പുലർത്താൻ നന്നേ പാടുപെടും. ഈ വല്ലായ്മകൾക്ക് ചെറിയൊരു പരിഹാരമെന്നോണമാണ് കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ മൺസൂൺ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. പാത്തിപ്പാലത്തിന് സമീപം ഒരേക്കർ വിസ്തൃതിയിൽ ആകർഷണീയമായ നിരവധി സ്റ്റാളുകൾ ഈ മേളയുടെ ഭാഗമായി ഒരുക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഇവിടെ പെരുമ്പാവൂര് എക്സിബിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലം ഞങ്ങളുടെയൊക്കെ ഒരു വറുതിയുടെ കാലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എക്സിബിഷൻ സാധാരണ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ, മേളകൾ അതേപോലെ പള്ളിപ്പെരുന്നാളുകൾ ഈ സമയത്തൊക്കെയാണ് നടക്കാറ്. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ, എല്ലാ തൊഴിലാളികളുടെ കുടുംബങ്ങളും ഏകദേശം പട്ടിണിയുടെ വക്കിലാണ് എത്താറ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എക്സിബിഷൻ യൂണിയനും കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു തീരുമാനത്തിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴക്കാല സമയത്ത് ചെറിയ ചെറിയ മേളകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ പെരുമ്പാവൂരും അതുപോലെ ഞങ്ങളൊരു മേള സംഘടിപ്പിക്കുക. അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ്. അപ്പോൾ നാളെ മുതൽ വരുന്ന 30 ദിവസം, ഈ 30-ാം തീയതി വരെയാണ്, ജൂലൈ 30-ാം തീയതി വരെയാണ് ഈ മേള നടക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ സ്റ്റോളുകൾ, അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ്, കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക്, കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മാമ്പഴത്തിൻ്റെ വിപുലമായ ശേഖരം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 4-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന മേള ജൂലൈ 30-ാം തീയതി വരെ നീണ്ടു നിൽക്കും. വിവിധ തരത്തിലുള്ള വ്യാപാര വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾ, വിവിധ തരത്തിലുള്ള മാമ്പഴ ഫെസ്റ്റ് സ്റ്റാളുകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെയുണ്ട്. ഇതുകൂടാതെ കുട്ടികൾക്ക് വിനോദത്തിനുള്ള ചിൽഡ്രൻസ് പാർക്കുകൾ, ഏതുതരം ആളുകൾക്കും ഒരുപോലെ വിസ്മയം സമ്മാനിക്കുന്ന ഗോസ്റ്റ് ഹൗസ് എന്നിവയും മൺസൂൺ ഫെസ്റ്റിലെ അത്ഭുത കാഴ്ചകളാണ്. ദിവസേന വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെയുമാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം. തീർത്തും സൗജന്യമായാണ് ഇവിടെ പ്രവേശനം ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതികുമാർ ജി മുതാക്കൽ, KM ഹംസ ആലുവ, KC അനൂപ് കോലഞ്ചേരി, MA അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നമുക്ക് ഈ മേളയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ് കഴിഞ്ഞ് വരുന്ന തുക, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കുന്നതിന് നിവർത്തിയില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് ആലോചിച്ചുകൊണ്ടാണ് ഈ ഒരു മേള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള മേളകൾ ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്. അതുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുക. ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് 30 സ്റ്റാളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോളുകളും മാമ്പഴത്തിൻ്റെ സ്റ്റാളുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗോസ്റ്റ് ഹൗസ്, കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക്, ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സർ, അതൊരു ഒരേക്കർ അടുപ്പിച്ചുണ്ടാകും. നമ്മുടെ വാദ്യക്ക് സ്കൂളില്ലേ, അല്ല ഹോസ്പിറ്റലില്ലേ, അതിനോട് ചേർന്നുള്ള ബിൽഡിംഗാണ്. അതിൻ്റെ ഇപ്പുറത്താണ് പാർക്കിംഗ് നമ്മൾ ഏർപ്പാടാക്കി. എന്നാൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം എന്നാണ് ഇവരുടെ ആവശ്യം. സർ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ വേറൊരു വിഷയമാണ് സർ. കാരണം ഇവിടെ GST എന്ന് പറയുന്നത് 18% നൽകിയാൽ മതി. ഇവിടെ ഏതൊരു കടക്കാർക്കായാലും അത് ആർക്കായാലും 18% GST ഉള്ളൂ. പക്ഷെ ഞങ്ങൾ 28% GST നൽകണം. 10% എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈടാക്കുന്നുണ്ട്. അതായത് 18% GSTക്ക് പുറമെ 10% എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് വീണ്ടും ഞങ്ങൾ ഈടാക്കുന്നു. അതുപോലെ തന്നെ താൽക്കാലികമായ ഷെഡ്, ഞങ്ങളൊക്കെ കെട്ടുന്ന ഷെഡ് താൽക്കാലികമാണ്. ഈ താൽക്കാലികമായി കെട്ടുന്ന ഷെഡ് ഇവിടുത്തെ പെർമനന്റ് ഷെഡിന്റെ വാടക, അതായത് ഫീസ് നൽകണമെന്നാണ് പറയുന്നത്. പെർമനന്റ് ഷെഡിന്റെ ഫീസ് നൽകുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എക്സിബിഷനുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ പ്രതിസന്ധിയിലാണ് ഈ എക്സിബിഷൻ മേഖല തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിന് നമ്മൾ PWD മെക്കാനിക്കൽ ഡിവിഷനിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് PWD മെക്കാനിക്കൽ ഡിവിഷൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുന്നതാണ്.
എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടാണ് ജിയോ ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു നിരവധി പ്രശ്നങ്ങൾ, മറ്റൊരു സ്റ്റേറ്റിനും ഇല്ലാത്ത നിരവധി പ്രശ്നങ്ങൾ ഈ മേഖല ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലരും നമ്മുടെ കേരളം വിട്ടുപോകാം. കാരണം വളരെ വലിയ എക്സിബിഷനുകൾ നടത്തുന്ന പലരും നമ്മുടെ കേരളം വിട്ട് പോയി കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും ഈ നമ്മുടെ പഴയ സർക്കസ് ഉണ്ടല്ലോ, സർക്കസ് അന്യം നിന്ന് പോയില്ലേ, അതുപോലെ എക്സിബിഷനും അന്യം നിന്ന് പോകാനുള്ള സാധ്യത വളരെ അടുത്ത് തന്നെ അതുണ്ടാകും. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.